ബിജുപത്രി, ആ സാറേ എന്നാ ഉണ്ട്? നിനക്ക് ചെറിയ കൊട്ടേഷൻ ഉണ്ടല്ലോടാ. അറിയട്ടാ സാറേ, പറഞ്ഞാ മതി. എടാ നമ്മുടെ ജെയിംസ് ഇല്ലേ, എടാ അവൻ എൻ്റെ ബിസിനസ്സിലെല്ലാം അങ്ങ് കയറി അങ്ങ് ഇടപെടുക. ആകെ കൂടി തോല്ലയായിരിക്കുക. ആ പണി കൊടുത്തേക്കാന്നേ. ആ അവനെ അങ്ങ് തീർത്താരടാ. ഓക്കെ. ആ പിന്നെ നിന്റെ സ്ഥിര നമ്പറൊന്നും വേണ്ട, വടിവാളും കുന്തവും കുടച്ചക്രമായിട്ടൊന്നും പോകണ്ട. പിന്നെ എടാ ഒരു പിള്ളേറ്റ തീർക്കാനുള്ള കാര്യമല്ലേ ഉള്ളൂ. ആ ശരി ശരി. അത് തീർത്ത് കഴിഞ്ഞിട്ട് നാളെ തന്നെ തീർക്കണം കേട്ടോ. നീ നാളെ ഓഫീസിലോട്ട് പോവാ, മാനേജറുടെ കയ്യിൽ നിന്ന് വന്ന് ആവശ്യമുള്ള പൈസ എത്രയെന്ന് എഴുതി വാങ്ങിച്ചു. പിന്നെ വേറൊരു കാര്യം, ആ ചെയ്ത് കഴിയുമ്പോൾ എന്നെ ഒന്ന് വിളിച്ചേക്കണം കേട്ടോ. ഓക്കെ. ഇവിടെ എനിക്കൊരു കോൾ വരുന്നുണ്ടേ. ഹലോ, കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരിക്കും അല്ലേ? ആ മാർക്കോ, ആ നിമൂന്തൻ എന്നെ വിളിച്ചായിരുന്നു. ഓ അവര് ചെയ്യട്ടെന്നേ അത്. ആ എൻ്റെ കഥയാന്നൊക്കെ അവർ പറഞ്ഞു. എടേ എൻ്റെ കഥയെന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയ സ്ക്രിപ്റ്റ് അല്ല, എൻ്റെ ലൈഫ് സ്റ്റൈൽ അവന്മാർ അതേപടി കോപ്പി അടിച്ചു, അത്രേ ഉള്ളൂ. ഓ അവർ പിള്ളേർ രക്ഷപ്പെട്ടെന്നേ. നമുക്ക് വേറെ ഉണ്ടല്ലോ, നമുക്ക് മറ്റേ പൈസയുടെ ഒന്നും ആവശ്യമില്ലല്ലോ, കോടികളുടെ സ്വത്തല്ലേ. ആ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് പുതിയ പ്രോജക്റ്റ്? ആ ഓക്കെ ഓക്കെ, എടാ ഞാൻ ഇതിൽ തിരക്കിലാണേ, പിന്നെ വിളിക്കാം കേട്ടോ. ഓക്കെ ഓക്കെ. എടാ ജോണി, ഹലോ സാറേ. നീ ആ സിംഗിൾ തന്മയുടെ അടുത്ത് വരെ ഒന്ന് പോകണം കേട്ടോ. എടാ അവൻ പൈസ മേടിച്ച് ഊമ്പിച്ചു കൊടുക്കുക, അവന്റെ സ്ഥിരം പണിയാണ്. ആഹാ, ആ കുത്തിരി പിടിച്ച് കാശ് മേടിച്ചു. ഞാനോ? പിന്നെ ഉപദ്രവിക്കാനും നിൽക്കണ്ട. പിന്നെ 2-3 അറ്റാക്കൊക്കെ വന്ന. അയ്യോ, എടാ പേടിപ്പിച്ച് കിട്ടാ മതി, പേടിച്ചു കൂറനാടാ അവൻ. വേണ്ട, എടാ നിനക്ക് പേടിയോ? എനിക്ക് പേടിയാ സാറേ. എടാ ആണുങ്ങളായ കുറച്ചൊക്കെ ധൈര്യം വേണം. നീ എന്നെ കണ്ടുപിടി, എന്റെ സാമ്രാജ്യം കണ്ടുപിടി. എന്നാലും സാറേ